ഹായ് ഹലോ ദിസ് ഈസ് അഭിഷ. അപ്പോൾ വെൽക്കം ടു ബീങ് അഭിഷ. രസല്ലേ ദിസ് വ്ളോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹായ് ഹലോ ദിസ് ഈസ് അഭിഷ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇപ്പൊ എന്തിനാന്ന് വെച്ചാല്, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട്. ലൈക്ക് എൻ്റെ റീസെന്റ് ആയിട്ടുള്ള കുറച്ച് ഷോർട്സ് നിങ്ങൾ എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ആക്സെപ്റ്റ് ചെയ്തതിന് ഒത്തിരി നന്ദി. ഞാൻ ഈ എന്താ പറയാ, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ 45 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നത്. ഞാൻ എൻ്റെ ഒരു ഫാമിലിക്കോ റിലേറ്റീവ്സിനോ ആർക്കും അയച്ചു കൊടുത്തിട്ടില്ല ഈ ഒരു ചാനല്. അപ്പം 45 സബ്സ്ക്രൈബേഴ്സിന് പെട്ടെന്ന് അതൊരു 1000 അബോവ് പോയപ്പോൾ എനിക്ക് എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. സോ താങ്ക്ഫുൾ ടു യു ഓൾ. ഇനി ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എന്ന് പറയട്ടെ ആദ്യം തന്നെ. അതിപ്പോ ഞാൻ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് വെച്ചാല് വലിയ പ്രിപ്പയർഡ് ആയിട്ടൊന്നും വന്ന് നിൽക്കല്ല, പെട്ടെന്ന് റാൻഡമായിട്ട് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയാട്ടോ. എന്നെ ഭയങ്കര ഹാപ്പി ആക്കിയൊരു സംഭവം എന്ന് വെച്ചാല്, ഇന്നാളത്തെ ഒരു വീഡിയോയിൽ ഒരു കുട്ടി വന്നത് കമന്റ് ചെയ്തു, ചേച്ചി എന്താണ് ഇപ്പൊ പഠിക്കുന്നത്, എവിടെയാണുള്ളത്, കോഴ്സിനെ പറ്റിയൊക്കെ ഒന്ന് ഡീറ്റെയിൽ ചോദിച്ചിട്ട്. അത് എങ്ങനെയാ പറയാ, എന്റെ അക്കൗണ്ടിൽ എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഒരാൾ ഇങ്ങടെ എന്നോട് കാര്യം പറയുന്നത്, അതുപോലെ ഒന്ന് ചെയ്യുമെന്ന് വെക്കുമ്പോ അപ്പൊ എനിക്ക് ഭയങ്കര വാ സൂപ്പർ, അപ്പൊ ഇനി ആരുമായി വരുന്നുണ്ട്. എന്തായാലും അപ്പൊ ഞാൻ അതിനെ കുറിച്ചൊക്കെ ഒന്ന് കുറച്ച് സംസാരിക്കട്ടെ. എന്തൊക്കെയാന്ന് വെച്ചാല്, ഞാനിപ്പം ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, അതിനുശേഷം ഞാൻ BEd ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിഗ്രി ആയാലും PG ആയാലും ഞാൻ ഇംഗ്ലീഷാണ് ചെയ്തത്. ഇപ്പൊ BEd ചെയ്യുന്നത് ഗാന്ധിഗ്രാം യൂണിവേഴ്സിറ്റിയിലാണ്. ഇത് സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ വരുന്നതാണ്, ഡീംഡ് യൂണിവേഴ്സിറ്റി ആണ്, തമിഴ്നാട്ടിലാണ് വരുന്നത്. ഞാൻ PG കഴിഞ്ഞ് MA ഇംഗ്ലീഷ് ആയിരുന്നല്ലോ. PG കഴിഞ്ഞു, എക്സാംസ് തൊട്ട് കഴിഞ്ഞിട്ടില്ല, അതിന് മുന്നേ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി എക്സാം എഴുതി, CUET എക്സാം എഴുതി. അത് കഴിഞ്ഞ് എന്റെ ഫ്രണ്ട് ആട്ടോ ആക്ച്വലി എനിക്ക് ഈ ഒരു കോളേജിനെ പറ്റി പറഞ്ഞത്. അവളും ഇപ്പൊ എന്റെ കൂടെ ഉണ്ട്, ശില്പ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും CUT എക്സാം ഒക്കെ എഴുതി. അവിടെ അങ്കമാലി എന്നാണ് ഞാൻ PG ചെയ്യുന്നത്. അങ്കമാലി എക്സാം എഴുതുന്ന ടൈമിൽ തന്നെ നമുക്ക് ഇവിടത്തേക്ക് അപ്ലൈ ചെയ്യേണ്ടി വന്നു. CUT കഴിഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്തു. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ഇവിടേക്ക് കോൾ വന്നതെന്ന് വെച്ചാൽ ഇവിടെ വന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഇവിടെ വന്ന് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു വന്നു പോയി. അങ്ങനെ ഒരു ജൂൺ ജൂലൈ ഫസ്റ്റ് വീക്ക് ഒക്കെ ആയപ്പോഴേക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് BEd PG കഴിഞ്ഞു. പിന്നെ നേരെ BEdന് സെൻട്രൽ യൂണിവേഴ്സിറ്റി CUT എക്സാം എഴുതി അപ്ലൈ ചെയ്ത് കിട്ടിയതാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ BEd തമിഴ്നാട്ടില് ചെയ്തോണ്ടിരിക്കുകയാണ്. സോ ഫാർ സോ ഗുഡ് ആണ്. കുറച്ച് ലാംഗ്വേജ് ബാരിയേഴ്സ് ഒക്കെ ഉണ്ട് എന്നല്ലാണ്ട് വലിയ കുഴപ്പമില്ല. നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ നാട്ടിൽ ഒത്തിരി വർക്ക്സ് ചെയ്യണല്ലോ. അവിടെ അങ്ങനെ മറ്റേ ക്രാഫ്റ്റ് അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ദെൻ ദാറ്റ്സ് ഫൈൻ. എനിക്ക് അതിലത്ര കഴിവില്ലാത്തത് കൊണ്ടും എനിക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സ്ഥലം ഇതാണെന്ന് തോന്നിയത് കൊണ്ടാട്ടോ ഞാൻ ഇവിടെ വന്നത്. ഇപ്പൊ ഞങ്ങളൊരു വീടൊക്കെ റെന്റൊക്കെ എടുത്തിട്ട് അങ്ങനെയാണ് താമസിക്കുന്നത്. ഇന്ന് എനിക്ക് പനി ആയതുകൊണ്ട് ഞാൻ ലീവ് എടുത്തിരിക്കുകയാണ്. പക്ഷെ പനിയൊക്കെ ആണെങ്കിൽ കൂടെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, അത് വേറെ കാര്യം. ഇതൊക്കെയാണ് ഡീറ്റെയിൽസ്. ഇനി ഇതിലും കൂടുതൽ എന്താ പറയേണ്ടത് വെച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല, നിങ്ങൾ തന്നെ ചോദിക്കൂ, നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം പറയാം. പിന്നെ അവിടെ യൂട്യൂബില് കമ്മ്യൂണിറ്റി പോസ്റ്റ് ആ ഒരു സംഭവം ഓൺ ആണ്. നിങ്ങൾക്ക് ചെന്ന് നിങ്ങളുടെ ഡൗട്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ അവിടെ ഇടാട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.